ചേച്ചി അദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല ചേച്ചി, തെരഞ്ഞോണ്ടിരിക്കുക. സാറ് വന്ന സറണ്ടർ ആവാൻ പറയൂ. ഈ വീട്ടിലെ കുഞ്ഞിനെ ഇപ്പോഴെത്തിയത് കടത്തിക്കൊണ്ടു. അവരുടെ പാരന്റ്സ് അകത്തേക്ക് കൊണ്ടുവരിക. ഞാൻ ആ കുഞ്ഞിനെ ഒന്ന് കണ്ടോട്ടെ. ആ ചെന്ന് നോക്ക് ചേച്ചി. അതെ, ഒന്ന് വേഗം റെഡിയാക്. കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ടുപോകണം. മിനി, നിങ്ങള്? ഞാൻ CI കേശവിന്റെ വൈഫാ. നമസ്കാരം. കുഞ്ഞിന് എങ്ങനെയുണ്ട്? ഹലോ, മോള് സേഫ് ആയിട്ട് വീട്ടിലേക്ക് എത്തി സർ. അത് പറയാനാ ഞാൻ വിളിച്ചത്. അവിടെ CI കേശവന്റെ ഭാര്യ വന്നിട്ടുണ്ടോ? ആ വന്നു സർ. മോളെ കാണാൻ വേണ്ടി അകത്തേക്ക് പോയിരിക്കുക. മോക്ക് ചെറുതായിട്ട് ഒരു പനിയുണ്ട്, അതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുക. കുട്ടികളെ എല്ലാം കൊന്നത് വേറെ ആരുമല്ല, അവള് തന്നെയാ. അവള് വളരെ ഡേഞ്ചറാണ്. വെയിറ്റ് ചെയ്യണ്ട, ഷൂട്ട് ചെയ്തേക്ക്. എന്റെ മോള് മോളെ നിക്ക്. ചേച്ചി പ്ലീസ് മോളെ വിട്ടേക്ക്. എന്താ റഫീഖ് ചേച്ചി എന്നൊക്കെ വിളിച്ചോണ്ട്? ഷൂട്ട് ചെയ്യ്. എന്റെ മോളുടെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് ഇവളുടെ ഹൃദയം വേണം റഫീഖ്. പൂജ മരിച്ചുപോയി ചേച്ചി. എന്റെ മോള് മരിച്ചിട്ടില്ല റഫീഖ്. അത് നീയെങ്കിലും മനസ്സിലാക്ക്. പ്ലീസ് ചേച്ചി. മനസ്സിലാക്കാനല്ലേ പറഞ്ഞത്? മനസ്സിലാവില്ലടാ. റഫീഖ്, റഫീഖ്, എന്റെ മോള് മരിച്ചു പോയെന്ന് പറയുന്നോ? എന്തൊരു അഹങ്കാരമാണോ നിനക്ക്? സർ, come on fast. ഡോക്ടർ അനു എവിടെ? ഡോക്ടർ അനു എവിടെ? അനു, അനു, ചേട്ടാ, അനു, അനു, നീ അത് കാണിക്കുന്നത്? അനു, ചേട്ടാ, നമ്മുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ചേട്ടൻ ഇതിൽ ഇടപെടരുത്. നിനക്ക് മുഴുവൻ ഭ്രാന്താണ്. നമ്മുടെ കുഞ്ഞ് മരിച്ചു പോയെന്ന് മനസ്സിലാക്ക്. നമ്മുടെ മോള് മരിച്ചു പോയടി. എന്താണ് അയാള് തോക്കൊക്കെയാണല്ലോടാ കൊണ്ടുവന്നിരിക്കുന്നത്? അദ്ദേഹമാണ് CI കേശവ് സാർ, മേഡം സാറിന്റെ വൈഫ്. അദ്ദേഹം സാറിന്റെ അമ്മാവൻ. ഇവിടെ ഇല്ലാത്ത കുട്ടിക്ക് അദ്ദേഹമാണ് അച്ഛൻ. ഇവരുടെ ഫാമിലിയിൽ ഇയാൾക്ക് മാത്രമേ ഭ്രാന്ത് പിടിക്കാതെ ഉള്ളൂ. നമ്മുടെ മോള് മരിച്ചിട്ടില്ല. അവിടെ കിടക്കുന്ന കണ്ടില്ലേ? അനു, അവിടെ ആരുമില്ല. ഞാൻ പറയുന്നത് മനസ്സിലാക്കാനു. അയ്യോ, ഇവളെ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുന്നത്? നിങ്ങൾക്ക് എങ്ങനെ സത്യം പറഞ്ഞുകൂടെ? മോളില്ല, അവള് മരിച്ചു പോയേനു. മോള് മരിച്ചിട്ടില്ല പറഞ്ഞ മനസ്സിലാവില്ലേ? പറഞ്ഞ കേൾക്കില്ല നീ? അനു, നീ ചാവണം. സ്വന്തം ഭർത്താവിനെ തന്നെ കൊല്ലുന്നടാ. ഇവള് സൈക്കോ ആണോ? അച്ഛാ, ഇവനെ കൊല്ല. ഇവനെ കൊല്ലണം പറഞ്ഞു. കൊച്ചിനെ എടുത്തോണ്ട് വാടാ, വേഗത്തിൽ വാടാ, വേഗം പോ. ഈ സൈക്കോക്കാരെടുത്തത് കൊച്ചിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഡോക്ടർ
എടാ കൊച്ചിനെങ്ങതാ വേഗത്താ ഇതാ സാർ. പതുക്കെ. മോളെ എന്റെ അടുത്ത് തന്നേക്ക് ഡോക്ടർ. വേണ്ട മോളെ, പാവ ഈ കൊച്ച്. ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ എന്റെ മോള് മരിച്ചു പോവും. വേണ്ട മോളെ, ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേക്ക് മോളെ. ടേക്ക് മോളെ. കുഞ്ഞിനെ തന്നേക്ക് ഡോക്ടർ. കൊച്ചു കുട്ടിയാ മോളെ, വിട്ടേക്ക് മോളെ. കുഞ്ഞിനെങ്കിൽ തരാൻ. CI സാർ, കുഞ്ഞിന് ഓപ്പറേഷൻ ചെയ്യണം. വഴിന്ന് മാറ്, അല്ലെങ്കിൽ ഞാൻ കുഞ്ഞിനെ കൊല്ലും. വേണ്ട. മര്യാദയ്ക്ക് വഴിന്ന് മാറാൻ. ഇവളെ ഞാൻ കൊല്ലും. എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. നീ ആ കുട്ടിയെ കൊന്ന നിന്റെ മോളെ ഞാനും കൊല്ലും. അല്ല അരുത്, ഞാൻ ഈ കുഞ്ഞിനെ തന്നേക്കാം. എന്റെ മോളെ ഒന്നും ചെയ്യരുത്. അവളെ വിട്ടേക്ക്, എന്റെ മോളെ വിട്ടേക്ക്. എന്റെ മോളുടെ ജീവന് വേണ്ടി ഞാൻ എത്ര ജീവൻ വേണമെങ്കിലും എടുക്കും. അവളെ വിടാനാ പറഞ്ഞത്. എന്റെ മോളുടെ ജീവന് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. അവളെ വിടാനാ പറഞ്ഞത്. അവളെ വിടാനാ പറഞ്ഞത്. എന്റെ മോളുടെ ജീവൻ എനിക്ക് വേണം. അവളെ എനിക്ക് വേണം.
നമ്മുടെ മോളെ നോക്കിക്കോണേ. അയ്യോ അനു. ഒരുപാട് എന്തായാലും താങ്ക് യു സർ. കുട്ടിയെ നന്നായിട്ട് നോക്കിയോ. ഞങ്ങളുടെ കുഞ്ഞിനെ രക്ഷിച്ചതിന് വളരെ നന്ദി സർ. ബൈ അച്ഛന് ബൈ പറഞ്ഞേ. ബൈ ഡാഡി. ബൈ മോളെ.